ബ്രേക്കപ്പ് ആകുമോ എന്ന് പേടിച്ച് പ്രേമിക്കാതിരിക്കുക, ഡിവോഴ്സ് ആകുമോ എന്ന് പേടിച്ച് കല്യാണം കഴിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഫിയറിൽ നിന്ന് എല്ലാ തീരുമാനങ്ങളും എടുക്കും. ഇവർ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുമായിരുന്നു. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല, ഹസ്ബൻഡ് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഈ ലേഡി അവിടെ വെച്ച് വളരെയധികം പൊട്ടിത്തെറിച്ച് കരഞ്ഞ് ഡോറ് വലിച്ചടച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാരൻറ്റിങ്ങിൽ വരുന്നൊരു പ്രോബ്ലമാണ്. പാരൻസ് ഹൈലി ക്രിട്ടിക്കൽ ആവുകയും അതേപോലെ തന്നെ ഇറ്റ്സ് നോട്ട് ഇനഫ് എന്ന് പറഞ്ഞ് വളർത്തുന്ന കുട്ടികളിൽ പൊതുവേ കാണുന്നൊരു ടെൻഡൻസിയാണ് ഇങ്ങനെ ഹൈ അച്ചീവിങ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവം. ആരെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വരെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് അവർക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ ആ കൂട്ടുകാർ ജോലിക്ക് പോയി, അതുകൊണ്ട് ഞാനും ആ ജോലിക്ക് പോയി, അല്ലെങ്കിൽ ആ കൂട്ടുകാരി ആ കോഴ്സ് എടുത്തു, അതുകൊണ്ട് ഞാനും ആ കോഴ്സ് എടുത്തു. എല്ലാവരെയും അവരുടെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾ, ഇവിടെ കോമ ഇട്ടിട്ടില്ല, കുത്തിട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വരെ ഒബ്സർവ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ പോരാ, ഇതിലും നന്നായി ചെയ്യണം. അപ്രിസിയേഷൻസ് കുറവായിരിക്കും. സെൽഫിനോടും അങ്ങനെ തന്നെയായിരിക്കും. എപ്പോഴും ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ്, സെൽഫ് ക്രിട്ടിക്കലും ആയിരിക്കും. ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും, അപ്പോൾ അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് അവരെനിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുത്ത് തന്നാൽ ഞാൻ സമാധാനമായി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് പറയിടാറുണ്ടല്ലോ. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. ഇന്ന് മെൻ്റൽ ഹെൽത്ത് സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ കോംപ്ലെക്സ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇൻഫാക്ട് ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതിനകത്ത് ഒരു എലമെൻറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് വിത്ത് മീ ഇസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആഫിയ എം ഷാഫി. ഷീ ഈസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അറ്റ് ഇക്ര ഹോസ്പിറ്റൽ, കോഴിക്കോട്. വെൽക്കം ടു ദ ഷോ കാഫിയ. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓൺ ദ മെൻ്റൽ ഹെൽത്ത് സീരീസ്. താങ്ക്സ് ഫോർ കമ്മിങ് ഓൾ ദ വേ ഫ്രം കോഴിക്കോട്. ആഫിയ, നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഒന്നാമത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർട്വൈൻഡ് ആയിട്ട് കിടക്കുന്നതാണ്. ആൻഡ് ഇതിന് ഒരു ക്ലിയർ കട്ട് ഡയഗ്നോസിസ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു സൈക്യാട്രിസ്റ്റ്, എല്ലാവർക്കും അതൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനാണ് ടു ഫിഗർ ഔട്ട്. അപ്പോൾ നമ്മൾ ലേ പേഴ്സണിന് വേണ്ടി ആഫിക്ക് ഇതെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ അതൊന്ന് പറയുമോ? കാരണം വളരെയധികം റിക്വസ്റ്റ് വരുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ, പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനാണ് ഏറ്റവും അധികം റിക്വസ്റ്റ് വരുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, കുറേ കൂടിയുണ്ട്. ആൻഡ് പലപ്പോഴും എല്ലാം ഈ ഒരു അംബ്രല്ല ടേമിൻ്റെ കീഴിലാണ് കൊണ്ട് എല്ലാവരും ഇടുന്നത്. സോ അതുകൊണ്ട് ആഫിയ, പ്ലീസ് ടെൽ മീ അബൌട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ? പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി പറയുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലോഷർ എന്നുള്ള രീതിയിൽ പറയുന്നൊരു കാര്യം, ഇത് ഈ സിംറ്റംസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഓവർലാപ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്ലസ് ഇതിൽ പലതും കേൾക്കുമ്പോൾ നമുക്കുണ്ടല്ലോ അല്ലെങ്കിൽ അവർക്കുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നൊരു സംഗതിയാണ്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പോടുകൂടി തന്നെ ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ അത് ആദ്യമേ പറയുകയാണ്, കാരണം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. സോ പേഴ്സണാലിറ്റിയിലേക്ക് വരുമ്പോൾ, പേഴ്സണാലിറ്റി നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. അത് ഒരു യുണീക്കായിട്ട് നമ്മളാക്കി നിർത്തുന്ന ഒരു സംഗതിയാണ്. നമ്മളുടെ ചിന്തകൾ, ആക്ഷൻസ്, നമ്മളുടെ ഫീലിങ്സ്, ഇങ്ങനെ നമ്മളുടെ യുണീക്കായിട്ട് നമ്മളാക്കി നിർത്തുന്ന ചില ഫാക്ടറുകളെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത് സിറ്റുവേഷൻസിനനുസരിച്ച് യൂഷ്വലി അഡാപ്റ്റ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആവാനുമുള്ള ഒരു കഴിവ് പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവും. ഈ ട്രെയ്റ്റ്സുകൾക്കെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ചിന്തകളെയും ആക്ഷൻസിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുമ്പോൾ ചില പർട്ടിക്കുലർ വ്യക്തികൾക്ക് അവർക്ക് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകളെ, ഇവർ ലോകത്തിനെ കാണുന്ന രീതിയെ, ചുറ്റുപാടുമുള്ള ആളുകളെ കാണുന്ന രീതിയെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഫ്ലെക്സിബിളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല. റിജിഡ് ആയിരിക്കും. ഇവരുടെ ബിലീഫിൽ, ഇവരുടെ ആക്ഷൻസിൽ ഇവർ കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തു. ഇത് ഒരു 18 വയസ്സ് മുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. കാരണം വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു 15, 16, 17 ആ സമയം തൊട്ട് തുടങ്ങി 18 വയസ്സിലൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിനുശേഷം ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഗതിയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ശരിക്കും പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ പറ്റുമോ? കാരണം ഡിസോർഡർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും തിരുത്താൻ പറ്റും
അല്ലെങ്കിൽ നമുക്കത് ഓർഡറിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ്. അതെ. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് തന്നെ കറക്റ്റാണോ? അതെ, ഡിസോർഡർ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അയാൾക്ക് സിറ്റുവേഷൻസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ ഹെൽത്തി ആണ്, ഓർഡർ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് അവിടെ ആ ഒരു സ്കില്ല് ഇവരെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റി ഡിസോർഡറുകളുള്ളവർക്ക് അവർക്ക് ഈ സിറ്റുവേഷൻസിനനുസരിച്ച് ഓർഗനൈസ്ഡ് ആവാനും പറ്റുന്നില്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും, ഇവരുടെ ഒരു വേർഷൻ ഓഫ് റിയാലിറ്റി ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവരെല്ലാ കാര്യങ്ങളെയും കാണുന്നത് അതായത് ഒരു ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള ഒരു തോട്ട്സും ബിഹേവിയറും ഒക്കെയാണ് ഇവർക്കുണ്ട്. ഇവർ ലോകത്തെ കാണുന്നതും അവനവനെ കാണുന്നതും ഒക്കെ കുറച്ചൊരു ഡിസ്റപ്റ്റഡ് ആയിട്ടായിരിക്കും, ഡിസ്റ്റോർട്ടഡും കൂടിയായിരിക്കും. സോ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്? പേഴ്സണാലിറ്റി ഡിസോർഡർ പ്രധാനമായിട്ടും 3 ക്ലസ്റ്റർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി. ഇതെന്തുകൊണ്ടാണ് ഇവരെ ഒരു ക്ലസ്റ്ററിൽ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിംറ്റംസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവരെ ഒരു ഗ്രൂപ്പിൽ ചേർത്തിരിക്കുകയാണ്. ഇതിലുള്ള ഈ അസുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തേക്കാം, മാറിയും തിരിഞ്ഞുമൊക്കെ ഇരുന്നേക്കാം. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ക്ലസ്റ്റർ എ എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ എയിലെ പല കാറ്റഗറീസിലുള്ള സിംറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലസ്റ്റർ ബിയിലെ സിംറ്റംസ് ഓവർലാപ്പ് ചെയ്യാം, ക്ലസ്റ്റർ സിയിലെ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ക്ലസ്റ്റർ എയിലുള്ളത് അത്ര ഒരു യൂഷ്വലായിട്ട് നമ്മുടെ ഒരു കൾച്ചറിൽ കാണുന്നൊരു സംഗതിയല്ല. വൺ ഇസ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അനദർ വൺ ഈസ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവരുടെ ഒരു ജനറലി ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടി ഒരു സസ്പീഷ്യസ് ആയിരിക്കും. അതായത് വിതൗട്ട് എനി റീസൺ ആളുകളെ ഒരു ട്രസ്റ്റ് ഇല്ലാതെ കാണുക, ഒരു വിശ്വാസമില്ലാതെ കാണുക, കാരണമില്ലാതെ സംശയിക്കുക, വളരെ അവരെ ആരോ ഉപദ്രവിക്കാൻ മൈൽഡായിട്ട് പോലും തമാശകൾ പറയുന്നതിനൊക്കെ ഒരു ഗ്രഡ്ജ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ ആരോ ഹാം ചെയ്യാൻ ശ്രമിക്കുന്നു, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വെച്ച് പുലർത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡറുകളാണ് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന പാരനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ പാരനോയിഡ് ആണ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഒരു സസ്പീഷ്യസ് ആയിരിക്കും, ആരോ അവരെ ഹാം ചെയ്യാൻ ശ്രമിക്കുന്നു, ഒരു അൺറീസണബിൾ ആയിട്ട് അവരങ്ങനെ വിശ്വസിക്കും. അതാണ്. സ്കിസോയിഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അവർ ഒരു വളരെ ലിമിറ്റഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. പരമാവധി ഐസൊലേറ്റഡ് ആയിരിക്കും, ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പ്രഷനും ഇമോഷണൽ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. നമുക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ ഇതിൽ? കൃത്യമായിട്ടൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു പിന്നെ ജനറൽ ഒബ്സർവേഷനിലേക്ക് പോകും. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് കാറ്റഗറിയിൽ, അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. സ്കിസോടിപ്പലിലും അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി അവരൊരു അൺയൂഷ്വൽ ബിഹേവിയറുകളാണ് അതിൽ കാണിക്കാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ കൾച്ചറിലൊന്നും അങ്ങനെ അധികം കാണാറില്ല. കാരണം ഇത്രയുടെ ഐസൊലേഷനിൽ കാണുന്ന ഒരു വെസ്റ്റേൺ ട്രേറ്റ്സുകളാണ് ഇതൊക്കെ കാണുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ഒരു ക്ലസ്റ്റർ ബി. ക്ലസ്റ്റർ ബിയിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഡിസോർഡേഴ്സുകളാണുള്ളത്. വൺ ഇസ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അനദർ വൺ ഇസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇതിൽ ഇവരുടെ ഒരു കോമൺ ട്രേറ്റ്സ് ഇമോഷണൽ ഇംബാലൻസ് ആൻഡ് സെൽഫ് സെൻറ്റർനെസ് ഉണ്ട്, ഇമ്പൾസിവിറ്റി ഉണ്ട്, ആൻഡ് ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് പാറ്റേണുകൾ കാണാറുണ്ട്. ഓൾസോ ഒരു ലോ സെൽഫ് എസ്റ്റീം. ഇത്രയുമാണ് ഇവരുടെ ഒരു കോമൺ ആയിട്ട് വരാറുള്ളൊരു കാര്യം. ഇതിൽ തന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ എന്നാണ് നമ്മൾ അവരോട് പറയുക. ഒരു എക്സ്ട്രീം നീഡ് ഓഫ് അറ്റൻഷൻ. അപ്പോൾ ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. പിന്നെ നുണ പറയും, അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ട് ബിഹേവിയർ ചെയ്യും, എക്സെൻട്രിക് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് ഹിസ്ട്രിയോണിക്കിൽ വരിക. ആൻഡ് അനദർ വൺ ഇസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ദ വെരി കോമൺ, ഒരുപാട് ആൾക്കാർ എപ്പോഴും സംസാരിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സംഗതിയാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികളുടെ ഒരു പ്രത്യേകത മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഒരു എക്സ്ട്രീം നീഡ് ഓഫ് മോർ ദാൻ ഒരു വാലിഡേഷൻ എന്നുള്ളതിനേക്കാൾ എഗെയിൻ അറ്റൻഷൻ, ഒരു ലൈം ലൈറ്റിൽ എപ്പോഴും നിൽക്കണം. അതാണ് അവരുടെ ഒരു പ്രത്യേകത. എപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കണം.
എപ്പോഴും അവർക്കൊരു വളരെയധികം ഒരു പ്രൈഡാണ്, ഒരു ഗ്രാൻഡ്യൂസ് ഫീലാണ് അവർക്ക് ഉണ്ടാവുക. അവർ എങ്ങനെയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിതൗട്ട് എനി റീസൺ. അവിടെ ഇത് നമ്മൾ എടുത്തു പറയണം, പ്രത്യേകിച്ചൊരു കഴിവുകളോ അല്ലെങ്കിൽ ഒരു ടാലൻറ്റോ ഇല്ലെങ്കിലും അവർക്ക് തോന്നുക അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, സ്പെഷ്യലാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ കുറച്ച് കഴിവുകളുണ്ട്, അല്ലെങ്കിൽ അവരൊരു സമ്മൺ വെരി ഇമ്പോർട്ടൻ്റ്, ആ ഒരു സംഗതിയാണ് അവർക്ക് ഉണ്ടാവുക. ഇവരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അതായത് വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, എമ്പതി കുറവായിരിക്കും, എമ്പതി വളരെ കുറവായിരിക്കും. മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താവശ്യമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കുറവ് കാണാറുണ്ട്. ഇതിൽ അതേപോലെ തന്നെ മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നുണ പറഞ്ഞിട്ടും അല്ലെങ്കിൽ സത്യത്തിനെ വളച്ചൊടിച്ചിട്ടും ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുണ്ടാവുക. ഇവരിൽ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ്, അതായത് ഇത് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴാണ്. റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഹൈലി മാനിപ്പുലേറ്റീവ് ആയിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങളെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യുക, ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ പ്രൈഡ് എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രം നിൽക്കുക. അതെപ്പോഴെങ്കിലും ക്യാൻസൽ ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്ത് വളരെ എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് നാർസിസ്റ്റിക്കുകളുടെ പ്രത്യേകതകൾ. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ തന്നെ 2 തരത്തിലോ 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരേപോലെ ആയിരിക്കുമോ? ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മേ ബി വേരി ചെയ്യപ്പെട്ടിരിക്കാം. അതായത് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നാർസിസ്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അവരുടെ മെത്തേഡുകളും അങ്ങനത്തതായിരിക്കും. ഇപ്പോൾ കൊവേർട്ട് നാർസിസം പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ കുറച്ചും കൂടെ ഒരു അർബൻ സെറ്റിങ്സിലൊക്കെ വളരെ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ബട്ട് ദെയർ സെൽഫ് എസ്റ്റീം ഇസ് വെരി ലോ. അവരുടെ ഒരു ഫ്രജൈലായിട്ടുള്ളൊരു ഈഗോ ആണെങ്കിൽ അവരതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത് പാസീവ് അഗ്രസീവായിട്ടുള്ള കമൻറ്റുകളിലൂടെ, അല്ലെങ്കിൽ വർക്ക് എൻവയോൺമെൻറ്റിൽ മറ്റുള്ളവരെ ബിലിറ്റിൽ ചെയ്ത് സംസാരിക്കുന്നതിലൂടെ, പാർട്ട്ണറിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാസീവ് അഗ്രസീവായിട്ടുള്ള കമൻസുകൾ പറഞ്ഞുകൊണ്ട് ചെറുതാക്കി സംസാരിക്കുന്നതിലൂടെ, കളിയാക്കുന്നതിലൂടെ, ബേസിക്കലി വേറൊരാളെ ചെറുതാക്കി കാണിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിലൂടെയൊക്കെയാണ് ഈ ഒരു മെത്തേഡ് വന്നേക്കാം. കുറച്ചും കൂടെ നമ്മൾ എഡ്യൂക്കേഷൻ കുറവുള്ള അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി കുറച്ചും കൂടെ കപ്പാസിറ്റി കുറവുള്ള ആളുകൾ അവരുടേതായ മെത്തേഡുകൾ ഉപയോഗിക്കും. അത് സിമ്പിളായിട്ട് നേരിട്ട് ചീത്ത പറയുക, പിന്നെ കള്ളം പറയുക, കള്ളത്തരം ചെയ്യുക, മിസ്ലീഡ് ചെയ്യുക, ഈ ഒരു രീതിയിലൂടെ പോകും. ഇവർക്ക് ഇൻസൈറ്റ് ഉണ്ടായിരിക്കുമോ, സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുമോ? ഇവർ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നൊരു ചോദ്യം അവരോട് തന്നെ ചോദിക്കുമോ? ഇല്ല, വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസിബിലിറ്റി വളരെ വളരെ കുറച്ചാണ്. ഈവൻ നമ്മളത് പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ ഒരു പെർസെപ്ഷൻ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്നത് ഞാനിങ്ങനെയാണ്, മറ്റുള്ളവർ കാരണമാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവർ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നാണ്. മിക്കവാറും ആളുകളുടെ അടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ചെയ്യുന്നതൊരു പ്രശ്നമല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് ഡോക്ടർ പ്രശ്നമാവുക, അവൾ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പ്രൊവോക്കഡായി, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു മറുപടി ആയിരിക്കും നമുക്ക് പലപ്പോഴും കിട്ടുക. അപ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈമും അവരെന്ത് ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്ത് തരാൻ തയ്യാറാവില്ല. ഇൻസൈറ്റ് വളരെ 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 കുറവായിരിക്കും. ഈവൻ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അക്സെപ്റ്റൻസിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നാർസിസ്റ്റുകളുടെ കാര്യത്തിൽ. അപ്പോൾ ഇവരാരും തെറപ്പിയിലേക്ക് വരാറില്ല, ഇല്ലാത്തതുകൊണ്ട് മോസ്റ്റ്ലി വരാറില്ല. പിന്നെ സംടൈംസ് പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ മറ്റേ വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുമല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കൗൺസിലിങ്ങിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ അവരുടെ കൂടെ വന്നേക്കാം. പക്ഷെ അത് പലപ്പോഴും ഒരു സൊല്യൂഷനിലേക്ക് എത്താറില്ല. അതിൽ പിന്നെ നമ്മൾ മറ്റേ പാർട്ട്ണറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് റിലേഷൻഷിപ്പ് എങ്ങനെ ബെറ്ററാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന അവരെ ട്രെയിൻ ചെയ്യാനേ പറ്റാറുള്ളൂ. ഇവരിൽ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും പിന്നെ ഇവരിൽ നിന്നുള്ള അറ്റാക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ ഇവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കും കൂടെയുള്ള പാർട്ട്ണറിനെ. ഈ ഒരു സബ്ജക്റ്റ് തന്നെ ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യേണ്ടി വരും. സോ അതിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ കുറച്ചും കൂടി ഇൻറ്റൻസ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉള്ള ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, intense emotional fluctuations, like sometimes very sad, some very anger outburst,
ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായി പൊട്ടിത്തെറിക്കുക, കരയുക. അറ്റ് ദ സെയിം കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്നത് ഷിഫ്റ്റ് ചെയ്തിട്ട് സന്തോഷത്തിലാവുക. ഇതാണ് ഇവരുടെ ഒരു ബേസിക് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അനദർ തിങ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലുണ്ടാവുന്ന ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഇവർക്കൊരു വളരെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൽഫ് വർത്ത് വളരെ കുറവായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക. ദേ ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു സംഗതി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവരുടെ റിലേഷൻഷിപ്പുകളിലായിരിക്കും. എസ്പെഷ്യലി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലും സൗഹൃദങ്ങളിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ പാർട്ട്ണറിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള ഇൻവാലിഡേഷൻസുകൾ പോലും ഇവർക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. ഒരു സ്ട്രോങ് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, സ്ട്രോങ് ഫിയർ ഓഫ് റിജക്ഷനാണ് ഇവരുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാധനം. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റി വരുന്ന സമയത്തെല്ലാം ഇവർ വളരെ പൊട്ടിത്തെറിക്കുകയും ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഓൾസോ ഇവർക്ക് ഡെലിബറേറ്റ് സെൽഫ് ഹാം ഉണ്ടാവും. അത് ശരിക്കും അറ്റൻഷൻ സീക്കിങ്ങിനല്ല, അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു എക്സ്ട്രീം ഇമോഷൻസിനെ വെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, സെൽഫ് ഹാം ഒക്കെ ചെയ്യും. കൈ മുറിക്കുക, അല്ലെങ്കിൽ ബേൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഓൾസോ ഇവരിലുണ്ടാവുന്ന പിന്നെ വേറൊരു പ്രശ്നമാണ് അവരുടെ സെൽഫ് ഇമേജിനെ പറ്റി അവർക്ക് വളരെ ഒരു സെൽഫ് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഐ എം നോട്ട് ഇനഫ്, അല്ലെങ്കിൽ നോട്ട് ഗുഡ് ലുക്കിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് അല്ലെങ്കിൽ ബോഡി ഷേപ്പിലൊക്കെ അവർ ഡിസ്സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. ഇതൊക്കെയാണ് ബോർഡർ ലൈനിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇമ്പൾസിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഡെലിബറേറ്റ് സെൽഫ് ഹാം ഉണ്ടാവുന്നതും പിന്നെ സൂയിസൈഡ് ത്രെട്ടനിങ് ഉണ്ടാവുന്നതും ഒക്കെ. റിലേഷൻഷിപ്പിലും ഒരു മാനിപ്പുലേഷൻ്റെ സാധ്യതകൾ ബോർഡർ ലൈനിലും ഉണ്ടാവാറുണ്ട്. ബട്ട് നാർസിസ്റ്റുകളെക്കാൾ ഇവർക്ക് കുറച്ചും കൂടി ഇൻസൈറ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വില്ലിങ് ആവാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും സക്സസ്ഫുൾ ആവാറുണ്ട്. ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. വിത്ത് തെറാപ്പി, മെഡിസിൻ മാത്രം പോരാ, വിത്ത് തെറാപ്പി നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു കണ്ടീഷനാണ്. അനദർ വൺ ഈസ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഈസ് ലൈക്ക് മോർ ദാൻ ഒരു ലീഗൽ പ്രോബ്ലമാണത്. ഒരു സൊസൈറ്റിയൽ പ്രോബ്ലമാണ്. കാരണം നമ്മൾ ഈ കാണുന്ന മറ്റേ റിപ്പീറ്റഡ് ആയിട്ട് ക്രൈമിലൊക്കെ ഇവോൾവ് ആകുന്ന ആൾക്കാരുണ്ടല്ലോ, ചെറിയ ചെറിയ ക്രൈമുകളായാലും റിപ്പീറ്റഡ് തെഫ്റ്റ്, റിപ്പീറ്റഡ് ആയിട്ട് ഡ്രഗ്സ് കടത്തുക, അങ്ങനത്തെയൊക്കെ വരുന്ന ആൾക്കാരിലെ മോസ്റ്റ്ലി കാണുന്നൊരു കോമൺ ട്രെയ്റ്റാണ് ഇവരുടെ ഈ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. സൊസൈറ്റിയുടെ റൂൾസിനനുസരിച്ച് ജീവിച്ചു പോവുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ലോസ് ബ്രേക്ക് ചെയ്യും. പക്ഷെ അതിൽ കുറ്റബോധമൊന്നും ഉണ്ടാവില്ല, ഒരു റിമോഴ്സ് ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓൾസോ മറ്റുള്ളവരുടെ അവകാശങ്ങളെ കണ്ടിന്യൂസ്ലി ലംഘിക്കും. വേറൊരാളുടെ സാധനം എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആളെ ഹേർട്ട് ചെയ്യുന്നത് ഒക്കെ തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവില്ല. അത് കൂടുതലും ഒരു നിലവിലുള്ള നമ്മുടെ എന്താ പറയുക, ലോയും റൂൾസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ്. മോസ്റ്റ്ലി ഉള്ള ആളുകളെല്ലാം ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുന്നു, പിന്നെ ജയിലിൽ പോകുന്നു, ആ ഒരു ലെവലിലേക്കാണ് പോകാറുള്ളത്. ഇവരും ട്രീറ്റ്മെൻറ്റിന് പൊതുവെ വില്ലിങ് ആവാറില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർ വളരെ അപൂർവമായിട്ട് ഡ്രഗ് അഡിക്ഷനൊക്കെ ആയിട്ട് വന്നാൽ ട്രീറ്റ്മെൻറ്റിന് കിട്ടും എന്നുള്ളതല്ലാതെ കിട്ടാറില്ല. സോ അഗൈൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ഒൺലി ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അപ്പോൾ ഈ ക്ലസ്റ്റർ ബിയിൽ കിടക്കുന്ന 4 പേഴ്സണാലിറ്റി ഡിസോർഡറാണ് നമ്മൾ കവർ ചെയ്തത്. ആൻഡ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ബിക്കോസ് ഓൾ ദീസ് സിംറ്റംസ് ഓവർലാപ്പ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ബോക്സസിലിടാൻ ഒരു സൈക്കോളജിസ്റ്റിനോ തെറപ്പിസ്റ്റിനോ ഈവൻ സൈക്കാട്രിസ്റ്റിനോ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയേക്കാം. ബിക്കോസ് ഈ സിംറ്റംസ് എല്ലാം ഓവർലാപ്പ് ചെയ്യും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ വേ യു സോ ക്ലസ്റ്റർ ബി ആൻഡ് അതിൽ ഏത് കാറ്റഗറി പെടുത്തണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിലെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായത്? ഈ ക്ലസ്റ്റർ ബിയിൽ തന്നെ ബോർഡർ ലൈൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരാറുണ്ട്. അപ്പോൾ അതിൽ ചില ആളുകൾ ബോർഡർ ലൈൻ്റെ കോമൺ ഫീച്ചറുകളായിട്ട് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ ബോർഡർ ലൈൻ ആയിരിക്കില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായ ചില കണ്ടീഷനാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെടില്ല. കോംപ്ലെക്സ് PTSD എന്ന് പറഞ്ഞൊരു കോംപ്ലെക്സ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. എസ്പെഷ്യലി നമുക്ക് കാണാൻ പറ്റുന്നത് ചൈൽഡ്ഹുഡിലൊക്കെ ഈ കണ്ടിന്യൂസ് സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സെക്ഷൽ ഗ്രൂമിങ്ങിന് വിധേയരാക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ, ഇവർ ഒരു ടീനേജിലൊക്കെ എത്തുമ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ സിംറ്റംസുകൾ കാണിച്ചു തുടങ്ങും. ലൈക്ക് സെൽഫ് ഹാം, ബോഡീനെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുക. കാരണം ദേ ഹാവ് ലൈക്ക് ഒരു സ്ട്രോങ് എന്താ പറയുക, ഒരു ദേഷ്യം അവർക്ക് അവരുടെ ശരീരത്തിനോടുണ്ടാവാറുണ്ട്.
ഒരു വെറുപ്പോ ഒരു അറപ്പോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ബോഡീനെ വല്ലാതെ ഹേർട്ട് ചെയ്യും. ഓൾസോ ദേ ഹാവ് ഡിഫിക്കൽട്ടി, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ആളുകളെ വിശ്വസിക്കാനും കൂട്ടുകൂടാനും ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ പരമാവധി ഈവൻ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അവർ വളരെ സ്കെപ്റ്റിക്കലായിട്ടാണ് റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുക, ഇൻസെക്യൂർ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ബോർഡർ ലൈൻ ആയിട്ടായിരിക്കും. പക്ഷേ ഇവർ മാനിപ്പുലേറ്റീവ് ഒന്നും ആയിരിക്കത്തില്ല. അങ്ങനെ വേറെ ആരും ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുക, റിലേഷൻഷിപ്പിലുള്ള ഓപ്പോസിറ്റുള്ള ആളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പാറ്റേണിലേക്കൊന്നും പോവില്ല. ദേ ആർ മോർ ലൈക്ക് അവർ ഭയങ്കര സ്വയം ഹേർട്ട് ചെയ്യുക, സ്വയം സഫർ ചെയ്യുക എന്നുള്ളൊരു രീതിയിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഈ ബോർഡർ ലൈൻ ആണോ, എന്താ ഇത്, ആ പാറ്റേണുകളൊന്നും കാണുന്നില്ലല്ലോ, എന്നാൽ ഈ പാറ്റേണുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് PTSD ആയിട്ടാണ് പലപ്പോഴും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോർഡർ ലൈൻ തന്നെ പലപ്പോഴും നാർസിസ്റ്റിക് ടെൻഡൻസി മിക്സ്ഡ് ആയിട്ട് വരാറുണ്ട്. അവരിലാണ് കൂടുതലായിട്ടും ഈ ഒരു സെൽഫ് സെൻറ്റേർനെസ്സും മാനിപ്പുലേഷനും സൂയിസൈഡൽ ത്രെട്ടനിങ്ങും ഒക്കെ കൂടുതലായിട്ട് കാണാറുള്ളത്. ഇവർ കുറച്ചധികം ഈ കൂടെയുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സംഗതിയാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ട്വിസ്റ്റ് ചെയ്യുക, റിയാലിറ്റീനെ ട്വിസ്റ്റ് ചെയ്യുക, ഗ്യാസ് ലൈറ്റിങ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതികളുണ്ടാവും. ബ്ലെയിം ഷെയിമാണ് മെയിനായിട്ടുള്ളത്. ബ്ലെയിം ഷിഫ്റ്റിംഗ് അല്ലേ വളരെയധികം ഉണ്ടാവും. അതായത് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലൊരു കപ്പിൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത്, ഇവർ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുമായിരുന്നു. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല, ഹസ്ബൻഡ് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഈ ലേഡി അവിടെ വെച്ച് വളരെയധികം പൊട്ടിത്തെറിച്ച് കരഞ്ഞ് ഡോറ് വലിച്ചടച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അത് അങ്ങേയറ്റം അദ്ദേഹത്തിന് വല്ലാതെ ഷെയിം ചെയ്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ ആൾ വീട്ടിൽ പോയിട്ട് പറയുന്നത്, നിങ്ങളിങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ, നിങ്ങൾ ഡോറ് തുറന്ന് തന്നില്ലല്ലോ, നിങ്ങൾ എപ്പോഴും ഡോറ് തുറന്നു തരുന്നത്, നിങ്ങൾ എന്നെ അന്ന് അവോയ്ഡ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് ലിറ്ററലി ആൾക്ക് ഗിൽറ്റ് തോന്നുകയാണ്. ഓ ശരിയാണല്ലോ, ഞാൻ അപ്പോൾ ആൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഹി വാസ് ട്രൈങ് ടു ഗീവ് ഹർ ലൈക്ക് വാലിഡേഷൻ കൊടുക്കാനും റീഅഷുറൻസ് കൊടുക്കാനും ശ്രമിക്കുകയാണ്. പക്ഷേ അത് ആ സ്ത്രീയുടെ മാത്രം ഒരു ഇൻസെക്യൂരിറ്റിയുടെ പുറത്തുനിന്നുണ്ടായ തോന്നലാണ്. സെയിം സംഭവം തന്നെ ഞാൻ വേറെ കണ്ടിട്ടുള്ളത്. അതായത് എപ്പോഴും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ സൈഡ് ബൈ സൈഡാണ് ഇരിക്കാറ്. ഇന്ന് അദ്ദേഹം ഓപ്പോസിറ്റ് സൈഡിലിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് എന്നോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അന്നും അതേപോലെ ഒരു വലിയൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു, കരയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ബ്ലെയിം ചെയ്യപ്പെടും. ഈ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ വല്ലാതെ ബ്ലെയിം ചെയ്യുമ്പോൾ ആൾ തന്നെ വിചാരിക്കും, ഞാൻ ശരിക്കും എൻ്റെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ വിശ്വസിക്കും, ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അത് നാർസിസ്റ്റിക് മിക്സ്ഡ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, നാർസിസം ആണോ ബോർഡർ ലൈൻ ആണോ? പക്ഷേ വി ക്യാൻ ലൈക്ക് മോർ സ്റ്റിക്ക് ഓൺ ടു ബോർഡർ ലൈൻ ടെൻഡൻസി. കാരണം ആ ഒരു സ്ട്രോങ് ഇൻസെക്യൂരിറ്റി ആൾക്കുണ്ട്, ഒരു ഫിയർ ഓഫ് റിജക്ഷനിൽ നിന്നാണ് ഈ ഇമോഷണൽ ഇംബാലൻസുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു റൂട്ട് കോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. സോ നാർസിസിസത്തിനെ ഡ്രൈവ് ചെയ്യുന്ന എന്താണ്? ഇപ്പം ബോർഡർ ലൈനിന് ഫിയർ ഓഫ് റിജക്ഷൻ ആണെങ്കിൽ വാട്ട് ഡ്രൈവ്സ് നാർസിസിസം? ബേസിക്കലി അവരുടെ ഒരു ഫ്രജൈൽ ഈഗോയാണ്, ലോ സെൽഫ് എസ്റ്റീം തന്നെയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? സുപ്പീരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതിന് പിന്നിൽ അവർക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരിക്കുന്ന പല ട്രോമകൾ ജനറ്റിക്കൽ ഒരു ഫാക്ടർ ആവാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവർ ലേൺ ചെയ്തെടുക്കുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് ലൈക്ക് ഐ ഹാവ് ടു ബി ലൈക്ക് സുപ്പീരിയർ. ഞാൻ സുപ്പീരിയർ ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേണോ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഫീൽ ഗുഡ്. അതാണ് ശരിക്കും സംഭവിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. Now coming to the cluster C. Cluster Cയിൽ there are 3 types of disorders. One is OCPD, Obsessive Compulsive Personality Disorder, and Anxious Avoidant Personality Disorder, and Dependent Personality Disorder. So these are all personal disorders, personality disorders. Yes. OCPD എന്ന് പറയുന്നത് OCD അല്ല. OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCPDയുടെ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ളൊരു വേർഷനാണ്. ആൻഡ് സംടൈംസ് അതൊരു ലോങ് ലാസ്റ്റിംഗ്, ഇതുപോലൊരു പേഴ്സണാലിറ്റിയുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവോൾവ് ആയിട്ടുള്ളൊരു സംഗതി ആയിരിക്കില്ല. ഒരു പർട്ടിക്കുലർ ഏജിലൊക്കെ സഡനായിട്ട് വന്ന് കുറച്ച് നാൾ പെർസിസ്റ്റ് ചെയ്ത് പിന്നെ മെഡിസിനൊക്കെ എടുക്കുമ്പോൾ റെഡിയായി വരുന്നൊരു സംഭവമാണ്.
OCPD ഈസ് മോർ ലൈക്ക് ഒരു ആങ്സൈറ്റി. ഇവരുടെ ഈ ക്ലസ്റ്റർ 3-കാരുടെ ഒരു സിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ആങ്സൈറ്റി ഡ്രൈവനായിട്ടുള്ള ആളുകളാണ്. ക്ലസ്റ്റർ സി ഈസ് ആങ്സൈറ്റി ഡ്രിവൻ. യെസ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കുടെയും പിന്നിൽ ആങ്സൈറ്റി ഒരു വലിയ ഫാക്ടറാണ്. ആങ്സൈറ്റി കാരണം ഉണ്ടാകുന്ന അവോയ്ഡൻസ്, ആങ്സൈറ്റി കാരണം ഉണ്ടാകുന്ന ഓവർ പ്ലാനിങ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണം ഉണ്ടാകുന്ന ഡിപ്പെൻഡൻസി, ഇതാണ് ഇവരിൽ ഉണ്ടാവുക. ഇതിൽ OCPD എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഇവർ വളരെയധികം ഇറിറ്റേറ്റഡ് ആകും, നെർവസ് ആകും. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻസുകൾ ഉണ്ടാക്കുക, പ്ലാൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, വളരെ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും എപ്പോഴും ഒരു പ്ലാൻ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓവർ ഡൂയിങ് ടു ഡു ലിസ്റ്റ്, പ്ലാൻസ്, ഓർഗനൈസിങ് സ്റ്റഫ്സ്. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ യാത്രയ്ക്ക് പോകണമെങ്കിലും അതിൻ്റെ 3 ബാഗ് മിനിമം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാൽ ടെന്നീസ് കളിക്കാൻ പോകുമോ അല്ലെ ബാഡ്മിൻ്റൺ പ്രാക്ടീസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ വാട്ട് ദേ ആർ ഡൂയിങ്, ലൈക്ക് അവിടെ പോയിട്ട് എങ്ങനെ ബെറ്റർ പ്ലെയർ ആകാം എന്നുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അടുത്ത ബോൾ ഞാൻ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, അടുത്ത എൻ്റെ ബോഡി മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള സ്ട്രാറ്റജി തലയിൽ ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് OCPD-കാരുടെ ഒരു പ്രത്യേകത. ആൻഡ് ഇവരുടെ വേറൊരു പ്രശ്നം, ഇവരിങ്ങനെ വളരെയധികം പെർഫെക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ ആരുടെയും കൂടെ വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഒപ്പീനിയൻ എടുക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഇവർ വിചാരിക്കുന്ന പോലത്തെ ആ ഒരു പെർഫെക്ഷൻ ലൈനിൽ കാര്യങ്ങൾ നടക്കണം. ഓൾസോ ഹൈലി ക്രിട്ടിക്കലായിരിക്കും. എല്ലാവരെയും അവരുടെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾ, ഇവിടെ കോമ ഇട്ടിട്ടില്ല, കുത്തിട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വരെ ഒബ്സർവ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ പോരാ, ഇതിലും നന്നായി ചെയ്യണം. അപ്രിസിയേഷൻസ് കുറവായിരിക്കും. സെൽഫിനോടും അങ്ങനെ തന്നെയായിരിക്കും. എപ്പോഴും ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ക്രിട്ടിക്കലും ആയിരിക്കും വളരെയധികം. എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് എത്തണം. അപ്പോൾ അതിലെത്തിയില്ല അല്ലെങ്കിൽ ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവും. അവർ പേഴ്സണലി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, എപ്പോഴും അവർ കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ തലയിലൊരു എത്തിക്കൽ ആൻഡ് മോറൽ ആൻഡ് റൂൾ ബുക്ക് ഉണ്ടാവും എപ്പോഴും. അത് വേറെ ആരെങ്കിലും ചെറിയ രീതിയിലൊക്കെ വയലേറ്റ് ചെയ്താലും, എസ്പെഷ്യലി വർക്കിലൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ അവരുമായിട്ടുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിഡൻ്റ്ലി എത്തിക്കൽ ആൻഡ് മോറൽ കോഡ് ബുക്ക്, യെസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളതുണ്ടാവും. ഓക്കെ, അത് ബേസിക്കലി പറഞ്ഞാൽ 10 മണിക്ക് വരാൻ പറഞ്ഞ ആൾ 10:02 വന്നത് എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാക്കും. ഞാൻ 10 മണിക്കല്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് 10:05 എന്നുള്ളതിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ 5 മണിക്കൊരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, കൂടെയുള്ളവരത് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാകും. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ കൂടെ ആളുകൾ മിങ്കിൾ ചെയ്യില്ലല്ലോ, ആളുകൾക്ക് അവർ പരമാവധി ഒഴിഞ്ഞു മാറുമല്ലോ. അപ്പോൾ ഐസൊലേഷൻ വരും, അതിൽ നിന്നുണ്ടാവുന്ന മെൻ്റൽ ഫ്രസ്ട്രേഷൻ വരും. ഇതാണ് OCPD-കാരുടെ ഒരു പൊതുവേ അതും ഇതിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതായത് ചൈൽഡ്ഹുഡിലൊരു മോർ ദാൻ ഒരു പാരൻറ്റിങ്ങിൽ വരുന്നൊരു പ്രോബ്ലമാണ്. പാരൻസ് ഹൈലി ക്രിട്ടിക്കൽ ആവുകയും അതേപോലെ തന്നെ ഇറ്റ്സ് നോട്ട് ഇനഫ് എന്ന് പറഞ്ഞ് വളർത്തുന്ന കുട്ടികളിൽ പൊതുവേ കാണുന്നൊരു ടെൻഡൻസിയാണ് ഇങ്ങനെ ഹൈ അച്ചീവിങ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവം, പെർഫെക്ഷനിസത്തിലേക്ക് വരുമ്പോൾ. അതേപോലെ പക്ഷേ ഇവരിലും ഒരു വലിയ ഗുണം ഇവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വില്ലിങ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇൻസൈറ്റ് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ബിക്കോസ് എപ്പോഴും അവർക്ക് ആ ആങ്സൈറ്റി ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് കൂടിയിട്ട് അവർക്കൊരു പാനിക് അറ്റാക്കിലേക്കൊക്കെ പോകാറുണ്ട്. പിന്നെ അവർക്ക് തന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റാറുണ്ട്. അത്യാവശ്യം വായിക്കുകയും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വില്ലിങ് ആവുകയും ഗ്രാജുവലി നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് പലരിലും അവർ വർക്ക് ചെയ്യാൻ വില്ലിങ് ആവുന്ന ആളുകളാണ്. എനിക്ക് തെറാപ്പി സെറ്റിങ്സിൽ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് OCPD. നമ്മൾ പറഞ്ഞ വർക്കുകൾ കറക്റ്റായി ചെയ്തുകൊണ്ട് വരാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് ആങ്ഷ്യസ് അവോയ്ഡൻറ്റിൻ്റെ പ്രശ്നം ലൈഫിലെ മേജർ ഡിസിഷനുകൾ പോലും, മേജർ പോട്ടെ, വളരെ മൈനറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പോലും ഭയങ്കര പേടി കാരണം അല്ലെങ്കിൽ ആ ആങ്സൈറ്റി കാരണം ഓപ്പർച്യൂണിറ്റികൾ ഒഴിവാക്കുക, സൗഹൃദങ്ങൾ, ബേസിക്കലി കോൺഫ്ലിക്റ്റ് ഭയങ്കര പേടിയാണ്.
അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലിക്റ്റേ ഉണ്ടാവില്ല. ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ബ്രേക്കപ്പ് ആകുമോ എന്ന് പേടിച്ച് പ്രേമിക്കാതിരിക്കുക, ഡിവോഴ്സ് ആകുമോ എന്ന് പേടിച്ച് കല്യാണം കഴിക്കാതിരിക്കുക, അങ്ങനെ ഒരു ഫിയറിൽ നിന്ന് എല്ലാ തീരുമാനങ്ങളും എടുക്കും. അപ്പോൾ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കും അത്തരം സിറ്റുവേഷൻസുകളെ, കോൺഫ്ലിക്റ്റുകളെ, ജോലികളെ, ഓപ്പർച്യൂണിറ്റികളെയൊക്കെ ഞാൻ എടുത്താൽ ശരിയാവുമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഭയം കാരണം അതെല്ലാം ഒഴിവാക്കി പോകും. ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? ഇതും ഒബ്വിയസ്ലി നമ്മുടെ ഒരു ലോ സെൽഫ് എസ്റ്റീം തന്നെയാണ്. അല്ല, ചൈൽഡ്ഹുഡിൽ നിന്നാണോ അതോ ജെനറ്റിക്സ് ആണോ? ഇതും ചൈൽഡ്ഹുഡ് മോർ ദാൻ ജെനറ്റിക്സ്. ഐ തിങ്ക് ഒരു ആങ്സൈറ്റി ഉള്ള പാരൻസിൻ്റെ ഒക്കെ കുട്ടികളുണ്ടല്ലോ, അവരിൽ ചെറുപ്പത്തിലേ ഈ ഒരു ദിസ് ഇസ് നോട്ട് ഇനഫ്, ഇത് പോരാ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നീ വെറുതെ ഇതിൽ കൈവെക്കണ്ട, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും എന്നൊക്കെയുള്ള ഒരു കമൻസ് കേട്ട് വളരുന്ന ആൾക്കാർക്ക് പൊതുവേ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് തനിയെ കാര്യങ്ങൾ ഓട്ടോണോമി വരാതെ ഇരിക്കുകയും അല്ലെങ്കിൽ അവർ കോൺഫിഡൻ്റ് അല്ലാതെ വരികയും അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റാതെ വരും. സെയിം ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുമ്പോൾ ഈ ആങ്സൈറ്റി കാരണം തന്നെ മറ്റുള്ളവരെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും. അതുപോലെ തന്നെ ലൈഫിലെ മേജർ ഡിസിഷൻ, ഞാൻ എന്ത് കോഴ്സ് പഠിക്കണം, ആരെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വരെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് അവർക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ ആ കൂട്ടുകാരി ജോലിക്ക് പോയി അതുകൊണ്ട് ഞാനും ആ ജോലിക്ക് പോയി, അല്ലെങ്കിൽ ആ കൂട്ടുകാരി ആ കോഴ്സ് എടുത്തു അതുകൊണ്ട് ഞാനും ആ കോഴ്സ് എടുത്തു. അപ്പോൾ നിനക്ക് എന്ത് പഠിക്കാനായിരുന്നു ഇഷ്ടം? അത് എനിക്കറിയില്ല, എന്ത് പഠിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ടെൻഡൻസി കാണിക്കും എല്ലാത്തിലും. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ചൈൽഡ്ഹുഡ് അഗെയിൻ ചൈൽഡ്ഹുഡ് തന്നെയാണ്. അതും ഒരു ലോ സെൽഫ് എസ്റ്റീമിൻ്റെ ഭാഗമാണ്. ആങ്സൈറ്റി ഒരു വലിയ ഭാഗമാണ്. കാരണം ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും, അപ്പോൾ അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് അവരെനിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുത്ത് തന്നാൽ ഞാൻ സമാധാനമായി, പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് പറയിടാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ചോദിക്കുന്നത് എന്താ, അപ്പോൾ ഒരു ഡ്രസ്സിലൊക്കെ അല്ലേ നമ്മൾ അങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിക്കും, ഈ ഡ്രസ്സ് ഞാൻ ഇട്ടാൽ നല്ലതായിരിക്കും എന്നൊക്കെ. ഇവർ പക്ഷേ മേജർ ഡിസിഷൻസ് ഒക്കെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കും. ആ കോഴ്സ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ ഓപ്പർച്യൂണിറ്റി ഒക്കെ നീ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, അങ്ങനെ അവരെ ഏൽപ്പിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ സ്ട്രഗിൾ ചെയ്യും. ഇതതുപോലെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തോന്നുന്നു നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അഫേ, എനിക്ക് തോന്നുന്നത് ദാറ്റ് ദീസ് ആർ ഡിസോർഡേഴ്സ്. ഇത് വളരെ ആ സ്പെക്ട്രത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോകുമ്പോഴാണ് അത് സ്വയമേ ഒരു ബുദ്ധിമുട്ടും ചുറ്റുമുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കുമ്പോഴാണ് അത് ഡിസോർഡറിലേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, but that doesn't make it a disorder. And that clarity should be there for all of us, അല്ലേ? ട്രേറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ട്രേറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാനൊരു ആങ്ഷ്യസ് പേഴ്സൺ ആണ്, എനിക്ക് പൊതുവേ കുറച്ചൊരു ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. എല്ലാ കാര്യത്തെയും എപ്പോഴും എൻ്റെ തലയിൽ ഒരു ചെറിയ പ്ലാൻ ഉണ്ടാവും, വലിയ പ്ലാനുകളായിരുന്നു, ഞാനത് പ്രാക്ടീസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. ഐ ഓൾവേസ് ഹാവ് എ പ്ലാൻ, ലൈക്ക് ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 2 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ആങ്സൈറ്റിയിൽ ഇങ്ങനെ പോയ ഒരാളാണ്. പിന്നെ പക്ഷേ എനിക്ക് പലപ്പോഴും ആങ്സൈറ്റിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ പിന്നീട് അത് റിയലൈസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ്. എക്സാക്ട്ലി. സോ ദിസ് വൺ തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, ഒന്നിൽ എലമെൻറ്റ് ഇസ് ചൈൽഡ്ഹുഡ്. നമ്മളുടെ പേരൻസ് നമ്മളുടെ എന്ത് എൻവയൺമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ദി അതർ തിങ് ഇസ് ജെനറ്റിക്സ്. ഈ രണ്ടും കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് ഈ ഡിസോർഡേഴ്സിലേക്ക് എത്തുന്നത്. ടെൽ മീ ആൻ എക്സാമ്പിൾ ഓഫ് എ സിറ്റുവേഷൻ ദാറ്റ് യു സോ. ഏറ്റവും അധികം ക്യൂരിയോസിറ്റി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്, ആൻഡ് അതിനെക്കുറിച്ച് കുറേ സംസാരം ഉണ്ടാകുന്നത്. വാട്ട് ആർ ദ മിത്സ് ആൻഡ് ദ മിസ്കൺസെപ്ഷൻസ് ദാറ്റ് പീപ്പിൾ ഹാവ് അബൌട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്? ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ട്രേറ്റ് വെച്ചിട്ട് ആളുകൾ അത് നാർസിസ്റ്റിക് ആണ് അല്ലെങ്കിൽ അത് ബോർഡർ ലൈൻ ആണ് എന്ന് പറയുന്നത് കാണാറുണ്ട്. ഈവൻ ഇൻ പ്രൊഫഷണൽ സെറ്റിങ്സിൽ പോലും ഞാൻ കാണാറുണ്ട്. സെൽഫ് ഹാം ചെയ്തിട്ട് വരുന്ന ഒരാളെ പെട്ടെന്ന് ബോർഡർ ലൈൻ ആണെന്ന് പറയുന്നൊരു ടെൻഡൻസി കാണാറുണ്ട്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരാളെ പെട്ടെന്ന് ബോർഡർ ലൈൻ ആണെന്ന് പറയുന്നത് കാണാറുണ്ട്. നാർസിസ്റ്റിക്കിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു അബ്യൂസീവായിട്ട് പെരുമാറി, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 സിറ്റുവേഷൻസിൽ കുറച്ചൊരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് പെരുമാറി എന്നുള്ളത് കൊണ്ട് നാർസിസ്റ്റിക് ട്രേറ്റ് ആണെന്ന് പറയുന്നത് കാണാറുണ്ട്. ബട്ട് ബേസിക്കലി അങ്ങനെയല്ല. ഈ ക്രൈറ്റീരിയകളിലുള്ള കുറേ സാധനങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ടുള്ളൊരു സൈക്കാട്രിക് ഇവാലുവേഷനിലൂടെ തന്നെ പോകണം. ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റുകൾ, പേഴ്സണാലിറ്റി അസസ്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതിലൂടെ പോയാൽ മാത്രമേ നമുക്കിത് എക്സാക്ട്ലി എന്താണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഈവൻ ഇൻസൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഷോർട്സുകളിലോ ഒന്നും വായിക്കുന്നതോ കാണുന്നതോ ഒന്നും ആക്യുറേറ്റ് ആവണമെന്നില്ല. മേ ബി അവിടെയും ഇവിടെയൊക്കെ ചില ട്രേറ്റ്സുകൾ കണക്റ്റ് ആവുന്നുണ്ടാവുന്നേ ഉള്ളൂ. ബട്ട് അതൊരിക്കലും ഒരു ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ ഒരു ചേഞ്ചസ് വരുന്നത്. കാരണം NPD കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ബട്ട് ഇഫ് യു ടോക്ക് അബൌട്ട് ട്രീറ്റ്മെൻറ്റ്, ഇതിനകത്ത് ഐ എം ഷുവർ ക്ലസ്റ്റർ A, B, C എല്ലാത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ്സ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? സോ ക്ലസ്റ്റർ എക്ക് ഉള്ളത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ടു B and C. ഹൗ ഡു യു ഒരു ഓവർ വ്യൂ എന്ന നിലയ്ക്ക് ഹൗ ഡു യു ട്രീറ്റ് ഓൾ ഓഫ് ദം ഡിഫറെൻ്റ്ലി? ഇപ്പോൾ ആങ്സൈറ്റി റിലേറ്റഡ് ആണ് ക്ലസ്റ്റർ C. So how do you treat all of them differently? And cluster B is completely different again. Yes. മോസ്റ്റ്ലി ഇപ്പോൾ സിംറ്റംസിൻ്റെ ഒരു സിവിയാരിറ്റി നമ്മൾ നോക്കും. ഇപ്പോൾ എവിഡൻ്റ് ആയിട്ടുള്ള ആങ്സൈറ്റി സിംറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകൾ, പാനിക് അറ്റാക്സ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റഡ് നെഗറ്റീവ് തോട്ട്സ്, ആങ്ഷ്യസ് തോട്ട്സ് വരുന്നു, ഫങ്ഷണൽ ആവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ മെഡിക്കേഷൻ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അത് എല്ലാ ക്ലസ്റ്ററിലും മെഡിക്കേഷൻ ഒരു പാറ്റേൺ തന്നെയാണ്. കാരണം എസ്പെഷ്യലി നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ വരുമ്പോൾ ഇൻറ്റൻസ് മൂഡ് സ്വിങ്സ് മൂഡ് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മൂഡ് സ്റ്റെബിലൈസറുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ അബ്യൂസീവായിട്ടുള്ള ബിഹേവിയർ, ഇൻറ്റൻസ് ആങ്കർ ഉള്ള ആളുകൾക്കൊക്കെ ചെറിയ ഡോസ് ഓഫ് മൂഡ് സ്റ്റെബിലൈസേഴ്സും ആൻറ്റിസൈക്കോട്ടിക്സും ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്, സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്യാറുണ്ട്. ആങ്സൈറ്റിയുടെ കേസ് വരുമ്പോൾ ആങ്ഷ്യസ് ഫീലിങ്സ് വല്ലാണ്ട് കൂടുന്നു, ഫങ്ഷണൽ ആവാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആൻറ്റി ഡിപ്രസൻറ്റിലേക്ക് തന്നെ പോവാറുണ്ട്. തെറാപ്പിയിലേക്ക് വരുമ്പോൾ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരിക്കും നമ്മളെടുക്കുക. അത് ഓരോ ക്ലയൻസിൻ്റെയും ഇൻഡിവിജ്വൽ സ്പെഷ്യാലിറ്റി അനുസരിച്ച്, ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അതിങ്ങനെ റീസെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. ആൻഡ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി വൺ ഓഫ് ദി എഫക്റ്റീവ് മെത്തേഡാണ്. നല്ല പ്രോഗ്രസ് ഉണ്ടാവുന്ന ഒരു മെത്തേഡാണ്. മോസ്റ്റ്ലി CBT ബേസ്ഡ് ആയിട്ട് തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഇതിനകത്ത് ജനറ്റിക് ആയിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് പേഴ്സണാലിറ്റി ഡിസോർഡർ? ക്ലസ്റ്റർ B എല്ലാത്തിലും ഉണ്ട്, എന്നാലും ക്ലസ്റ്റർ B കുറച്ചും കൂടി കാണാറുണ്ട്, പ്രോമിനൻ്റ് ആയിട്ട് ജനറ്റിക് ആയിട്ട് കാണാറുണ്ട്. സോ വിച്ച് മീൻസ് ജനറ്റിക് ആയിട്ട് ഇരിക്കുമ്പോൾ ദർ ഇസ് ഓൺലി സോ മച്ച് യു ക്യാൻ ഇൻ്റർവീൻ ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച്. അങ്ങനെയുണ്ടോ? ഇല്ല, പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ തെറാപ്പിക്ക് ഒരു വലിയ റോൾ തന്നെയുണ്ട്. കാരണം ഈവൻ അത് ജനറ്റിക്കൽ ആണെങ്കിൽ കൂടിയും കുറേയൊക്കെ എൻവയോൺമെൻറ്റൽ റീഇൻഫോഴ്സ്മെൻറ്റുകൾ നന്നായിട്ടുണ്ടാവും ആ ഒരു സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിലും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതിലും ഒക്കെ. അവിടെയൊക്കെ തെറാപ്പിക്ക് നല്ല റോളുണ്ട്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിന് നല്ല റോളുണ്ട്, ബിഹേവിയറൽ എക്സ്പെരിമെൻറ്റുകൾക്ക് നല്ല റോളുണ്ട്. ഒരുപാട് മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റും. വി ഹാവ് ടു മൂവ് ഓൺ ടു അനദർ സെക്ഷൻ. കാരണം നമ്മൾ ഈ ക്ലസ്റ്റർ B, A, B, Cയിലും ഏറ്റവും അധികം അത് എഫക്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിട്ടാണ്. അത് വെദർ ഇറ്റ്സ് യുവർ ചൈൽഡ്, വെദർ ഇറ്റ്സ് യുവർ സ്പൗസ്, യുവർ ബോയ്ഫ്രണ്ട്, ഗേൾഫ്രണ്ട്, ഇവരൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു കോൺവെർസേഷൻ നമുക്ക് നടത്താം ഇൻ പാർട്ട് 2. ഓക്കെ. ഇതെല്ലാം ഒരു പ്രശ്നങ്ങളായിരുന്നല്ലേ, ഈ പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയതല്ലേ. ആൻഡ് ഷീ ഹാഡ് ചൈൽഡ്ഹുഡിലൊരു സെക്ഷൽ അബ്യൂസിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. അത് ആൾ പാരൻസിനോട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്നും അല്ലാത്ത വളരെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നല്ലൊരു അക്കാദമിക് എൻവയോൺമെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് വളരുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഈ പാരൻസിൻ്റെ പാരൻ്റ് ആകും ഇവരൊരു ചൈൽഡ് പാരൻ്റായി മാറും ചെറുപ്പത്തിലെ. അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം കോൺഫ്ലിക്റ്റുകൾ നടക്കുമ്പോൾ കുട്ടികൾ ഇൻ ബിറ്റ്വീൻ ഇതിനകത്ത് പെട്ടിട്ട് ഇവരിത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സെൽഫിന് ഒരു സെൻസ് ഓഫ് സെൽഫ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ നന്നായി നോക്കാൻ പറ്റും. ഓക്കെ. അവർക്ക് നേരെ ഉണ്ടാവുന്ന അറ്റാക്കുകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ പറ്റും.